ആമേൻ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ പ്രൈസ് ദി ലോർഡ് 9ഉം 10ഉം വാക്യങ്ങൾ ഇന്ന് രാത്രിയിൽ വായിക്കുന്നു. 9ഉം 10ഉം വാക്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം അതിൻ്റെ 9ഉം 10ഉം വാക്യങ്ങൾ ഇന്ന് രാത്രിയിൽ വായിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പൗലോസ് വളരെ നേരം സംഭാഷിക്കയാൽ നിദ്രാവശനായി 3-ാം തട്ടിൽ നിന്നും താഴെ വീണു. അവനെ മരിച്ചവനായി എടുത്തുകൊണ്ടുവന്നു. പൗലോസ് ഇറങ്ങിച്ചെന്ന് അവന്റെ മേൽ വീണു, തഴുകി, ഭ്രമിക്കേണ്ട, അവന്റെ പ്രാണൻ അവനിലുണ്ട് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദാംശമാണ് ഇന്ന് രാത്രിയിൽ വായിച്ച് കേട്ടത്. ഈ ഭാഗം നമുക്കറിയാം, വളരെ ഒരു അനുഗ്രഹിക്കപ്പെട്ടൊരു ഓൾ നൈറ്റ് പ്രയറിനകത്തായിരിക്കുന്ന പൗലോസും ചില വ്യക്തികളും അതിനകത്തായിരിട്ടുണ്ട്. ഒത്തിരി ജനം കൂടിയിരിക്കുന്ന ഒരു വലിയ സദസ്സ് അവിടെ നിറഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പൗലോസും ആമേൻ കൂടെയുള്ള കർത്താവിൻ്റെ അഭിഷിക്തന്മാരും പ്രൈസ് ദി ലോർഡ് ആ ദേശത്തിലെ നിവാസികളും ആമേൻ ആ വീട്ടിനകത്തുള്ള പ്രിയപ്പെട്ടവരും ആമേൻ കുറച്ച് പരീശരന്മാരും ശാസ്ത്രിമാരും അങ്ങനെ തുടങ്ങിയ ആ ദേശത്തിലുള്ള ധനവാന്മാർ ആമേൻ സ്തോത്രം പറഞ്ഞ് അറിയിക്കാൻ കഴിയാത്ത ഒത്തിരി പേർ അതിനകത്ത് നിറഞ്ഞിരിക്കുകയാണ്. ഒരു വലിയ അത്ഭുതം ആ വീട്ടിനകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. രാവും പകലും ആരാധന അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. സ്തോത്രം. ആരാധന കഴിയണം. ആമേൻ. കൂട്ടായ്മ ആചരിക്കണം. പൗലൂസിന് അവിടെ നിന്ന് പോകണം. ആമേൻ. അങ്ങനെ വലിയൊരു പ്രാർത്ഥന, ഒരു മീറ്റിംഗ് ആ ഹാളിനകത്ത് നടക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഇന്നത്തെ പോലെ ഉള്ള വീടല്ല അന്ന് എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം, വീടുകൾ വയ്ക്കുമ്പോൾ ഹാളിലിരിക്കുന്നവർക്ക് മുകളിലിരിക്കുന്ന എത്ര നിലയാണോ അത്രയും നിലയിരിക്കുന്ന വ്യക്തികൾക്ക് ഹാളിൽ താഴെ ഇരിക്കുന്നവരെ കാണാൻ കഴിയുന്ന നിലയിൽ ബാൽക്കണിയുണ്ട്. സ്തോത്രം. ഇതുപോലെ തട്ടിട്ട നിലയിൽ ഇരിക്കുന്ന ആ ബാൽക്കണിക്ക് മുകളിലിരുന്ന് പൗലോസിന്റെ ശുശ്രൂഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആമേൻ ഒരു ദൈവദാസൻ അതിനകത്തിരിക്കുകയായിരുന്നു. സ്തോത്രം. ഒരാളല്ല, ഒത്തിരി പേരുണ്ട്. പക്ഷെ ഇത് ഇരുന്നത് 3-ാമത്തെ നിലയുടെ മുകളിലാണ്. 3-ാമത്തെ തട്ടിൻ്റെ മുകളിലാണ് ഈ മനുഷ്യൻ ഇരിക്കുന്നത്. സ്തോത്രം. ഞാനിങ്ങനെ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ എനിക്കൊന്ന് മനസ്സിലായത്, ഈ കാലഘട്ടങ്ങളിൽ ഭവനങ്ങളിൽ ഉപവാസ പ്രാർത്ഥന മാത്രമല്ല ഓൾ നൈറ്റ് പ്രയർ വരെ നിന്നു പോയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നാളുകളിൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടം നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ അവർ ഏതെല്ലാം സ്ഥലത്ത് പോകുന്നു, അവ നിശ്ചയമായും ഫിലിപ്പോസിന്റെ ഭവനത്തിലേക്ക് അവർ പോകുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഫിലിപ്പോസിന്റെ വീട്ടിൽ രാവും പകലും മീറ്റിംഗ് ക്രമീകരിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒന്നിനും കുറവില്ല. കാരണം ഫിലിപ്പോസിന്റെ മക്കളെല്ലാം പ്രവാചകിമാരാണ്. ആമേൻ. അവർ പ്രവചിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവർ അരുളപ്പാടുകൾ അറിയിക്കുന്നു. പൗലോസ് ശുശ്രൂഷിക്കുന്നു. സീലാസ് അതിനകത്തുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട തലത്തിൽ ശക്തമായ ശുശ്രൂഷ ആമേൻ ഫിലിപ്പോസിന്റെ ഭവനത്തിൽ വെളിപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. തീർന്നില്ല കേട്ടോ. ആമേൻ. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ ആമേൻ ലുസ്ത്രയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി. അങ്ങനെ ഇവരിൽ എവിടെയെല്ലാം അവിടെയെല്ലാം അത്ഭുതങ്ങളാണ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പത്രോസ് നടന്നു പോകുമ്പോൾ തന്നെ തൻ്റെ നിഴൽ എവിടെയെല്ലാം പതിയുന്നുവോ അവിടെയെല്ലാം ഉയർപ്പുകൾ സംഭവിക്കുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമേൻ അപ്പോസ്തലന്മാരിൽ കൂടെ ആ കാലഘട്ടങ്ങളിൽ സ്വർഗത്തിലെ ദൈവം ചില അത്ഭുതങ്ങൾ ഇവരെ കൊണ്ട് ചെയ്യിപ്പാനിടയായി. സ്തോത്രം. വചനം ഇങ്ങനെ പറയുന്നില്ലേ, ആമേൻ എന്നിൽ വിശ്വസിക്കുന്നവൻ ആമേൻ എന്നേക്കാൾ വലിയ അത്ഭുതങ്ങൾ എന്ത് ചെയ്യും? അവർ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്നിൽ വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? മരിച്ചാലും അവർ എന്ത് ചെയ്യുന്നു? ജീവിക്കുന്നു. ഒരിക്കലും മരണമില്ലാത്ത ആമേൻ പ്രൈസ് ദി ലോർഡ് ഒരു അവകാശികളാക്കി തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം അപ്പോസ്തലന്മാരിൽ കൂടെ ദൈവം ചെയ്തെടുക്കുന്ന ആമേ കാർമ്മികമായ ശുശ്രൂഷകളുടെ അകത്തളങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പൂർണ്ണനായി നിൽക്കുന്ന പൗലോസിന്റെ ശുശ്രൂഷയിൽ യൂത്തിക്കോസ് എന്ന മനുഷ്യൻ ആമേൻ അഭിഷക്തൻ താൻ ഈ മീറ്റിങ്ങിനകത്ത് ആമേൻ അതിന്റെ മുകളിലെ തട്ടിൽ നിന്ന് താഴെ വന്ന് വീഴുന്ന കഴുത്തൊടിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, മീറ്റിങ്ങിനകത്താണ് സംഭവിച്ചത്. അന്ന് മാത്രമല്ല മീറ്റിങ്ങിൽ ഉറങ്ങുന്നത്, ഇന്നും ഉറങ്ങാറുണ്ട്.
അന്ന് ആമേൻ ആരാധന മധ്യത്തിൽ മാത്രമല്ല ജനം ഉറങ്ങുന്നത്, ഇന്നും നല്ല സന്ദേശങ്ങൾ അഭിഷിക്തന്മാർ ആമേൻ വിളിച്ചു പറയുമ്പോൾ ജനം ഉറങ്ങിപ്പോകാറുണ്ട്. ഹല്ലേലൂയ, ആമേൻ. പുറത്ത് മാത്രം 2 കണ്ണുകൾ ഇങ്ങനെ മുഴച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ, അകം ശക്തമായി ഉറക്കത്തിലാണ്. ആമേൻ. ഇതുപോലെയാണ് ഈ ശുശ്രൂഷയ്ക്കകത്ത് ഒരു വലിയ വിപത്ത് സംഭവിക്കുക. പൗലൂസിന് അവിടുന്ന് പോകണമെങ്കിൽ ഈ മനുഷ്യനെ ഉയർപ്പിക്കാതെ പൗലൂസിന് ആ ദേശത്ത് നിന്ന് പോകാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, ചില ഭാഗമൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പോസ്തലന്മാർക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത ചില മിറക്കിളുകൾ ദൈവം അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ പലപ്പോഴും പറയാറുണ്ട്, സഹോദരൻ, നിങ്ങൾ എവിടെയെല്ലാം കാൽ ചവിട്ടിയിട്ടുണ്ടോ, ദൈവനാമത്തിന് വേണ്ടി എന്തെല്ലാം വലിച്ചെറിഞ്ഞിട്ടുണ്ടോ, ദൈവനാമത്തിന് വേണ്ടി എന്തെല്ലാം വേണ്ട എന്ന് വച്ചിട്ടുണ്ടോ, ദൈവത്തിന്റെ വേലയുടെ വ്യാപ്തിക്കായി എന്തെല്ലാം ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, മനഃപൂർവ്വമായി നിങ്ങൾ മാറ്റിവച്ചിട്ടുണ്ടോ, അതിൻ്റെതായ റിസൾട്ടുകൾ ചിലയിടത്തുനിന്ന് വരുവാനുണ്ട്. ചിലതൊക്കെ ദൈവം സ്തോത്രം ഈ ഭൂവരപ്പിൽ കൺമറഞ്ഞു പോകും മുമ്പേ അന്യ കണ്ണുകൊണ്ടല്ല, നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്ക തലത്തിൽ ഈ തലമുറയിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ തലമുറയിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. അത്ഭുതം കണ്ടവരായി ഇതിനകത്തിരിക്കുന്നവർ അന്യ കണ്ണുകൊണ്ടല്ല, സ്വന്തം കണ്ണുകൊണ്ട് അത്ഭുതം കണ്ടവരാ നമ്മളെല്ലാവരും. ഇന്ന് രാത്രി മറന്നു പോകരുത്, ചില അത്ഭുതങ്ങളും ഉയർപ്പുകളും ഇതിനകത്തുനിന്ന് രാത്രി സംഭവിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. മരിച്ച ഡെഡ് ബോഡിയെ അല്ല, അവിടെ അകത്തിരിക്കുന്ന ഒന്നിനെ ശത്രു തകർത്ത് കളയാൻ നോക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശത്രു തകർത്ത് കളയാൻ നോക്കി. വായിച്ചേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2 കൊരിന്ത്യർ 2-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നമ്മൾ ഇന്ന് രാത്രി പഠിക്കുമ്പോൾ അതിനകത്ത് അപ്പോസ്തലനായ പൗലോസ് വളരെ ശക്തമായി വിളിച്ചു പറയുന്നു, സാത്താൻ നമ്മെ എന്ത് ചെയ്യരുത്, തോൽപ്പിക്കരുത്. കാരണം അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. ആമേൻ. ഒരു അലങ്കാര ഭാഷയിൽ ആ വാക്യം ആ അധ്യായത്തിനകത്ത് രത്നക്കല്ലായി രത്ന ചുരുക്കമായി ആ വാക്യത്തെ ആ വേദപുസ്തകത്തിനകത്ത് പ്രൊജക്റ്റ് നിൽക്കാൻ പരിശുദ്ധനായ ദൈവം അപ്പോസ്തലനായ പൗലോസിന്റെ കാഴ്ചപ്പാടിൽ കൂടെ ചില വെളിപ്പാടെന്ന രീതിയിൽ ആ സഭയ്ക്ക് കൊടുക്കുന്ന ദൂതാണ്, സാത്താൻ നിങ്ങളെ എന്ത് ചെയ്യരുത്, തോൽപ്പിക്കരുത്. കാരണം അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. ഇന്ന് രാത്രി ദൈവ പൈതലേ, നിന്റെ ആരാധനയിൽ നിന്നെ ഉറക്കിക്കളയുന്ന, നിന്റെ പ്രാർത്ഥനയിൽ നിന്നെ ഉറക്കിക്കളയുന്ന, നിന്റെ കാത്തിരിപ്പിന്റെ സമയത്ത് ലക്ഷ്യബോധത്തെ തെറ്റിക്കുന്ന, യഥാസ്ഥാനത്തേക്ക് എത്തിപ്പെടത്തില്ല എന്ന് പറഞ്ഞ് നിന്റെ യാത്രയിൽ വാദിക്കുന്ന ചില വാദപ്രതിവാദത്തിന്റെ നടുവിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവകുഞ്ഞെ, നിന്നെ തകർക്കാൻ കഴിയില്ല. കാരണം നിന്നെ വിളിച്ചത് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ ആലോചനയിൽ നിന്നെ വിളിക്കപ്പെട്ട് അതിനകത്ത് നിന്നെ കെട്ടപ്പെടുത്തി ദൈവം നിർത്തിയിരിക്കുന്നെങ്കിൽ പ്രത്യേകതയുണ്ട്. ആമേൻ. അപ്പുറത്തവനില്ലാത്ത ഒന്ന് നിനക്കുണ്ട്. അപ്പുറത്തെ കോമ്പൗണ്ടിൽ താമസിക്കുന്ന അച്ചായനില്ലാത്ത ഒന്ന് നിനക്കുണ്ട്. എന്തെന്നറിയാമോ? ഹല്ലേലൂയ. നിത്യമായ ദൈവത്തിന്റെ ആത്മാവെന്ന അഭിഷേകം നിന്റെ മേൽ ഇരിക്കുന്നത് കൊണ്ട് അവന് നിന്നെ തകർക്കാനോ തൊടുവാനോ കഴിയത്തില്ല. കാരണം സ്തോത്രം, നീ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ മുഴങ്കാൽ മടക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രിയിലും ചില മരണങ്ങളെ ദൈവം നിൽക്കുന്ന രാത്രി എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? എത്രയോ ദിനരാത്രികളിൽ ഒന്ന് മരിച്ചാൽ മതി എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സ്തോത്രം, ഒന്ന് ചത്തു കിട്ടിയാൽ മതി, ഈ ഭൂപരപ്പിലെ വാസം ഇത്രയേ ഉള്ളൂ. എന്താ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്? എന്റെ കഷ്ടത ദൈവം അറിയുന്നില്ലേ? എന്റെ കണ്ണുനീർ ദൈവം കാണുന്നില്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യചിഹ്നത്തിന്റെ മുൻപിൽ നീ ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ അഭിഷക്തയെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസം മുതൽ സാത്താൻ നിന്നെ പരീക്ഷിക്കും, പക്ഷേ അവൻ ജയിക്കത്തില്ല. പ്രസ്തുത നിന്നിൽ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ അഭിഷേകമാകയാൽ ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മാവ് തൊട്ടു പറയുന്നു, സ്തോത്രം, നിങ്ങൾ വന്ന
വന്നതല്ല. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കൊണ്ടുവന്നെങ്കിൽ ഈ രാത്രിയിൽ നിങ്ങൾ വന്നതുപോലെ അല്ല മടങ്ങുന്നത്. സ്വർഗത്തിലെ ദൈവത്തിന്റെ പാദപിടത്തിൽ ആര് മുട്ടുമടക്കിയിട്ടുണ്ടോ അവരുടെ നടുവിൽ പെയ്തിറങ്ങുന്ന ഒരു ആത്മീക മാരി ഇന്ന് രാത്രി ഇരിക്കുന്ന കുടുംബത്തിനകത്തിരുന്നു കൊണ്ട് ആരാധിക്കുന്ന ദൈവ പൈതലെ ആലോചന ഏറ്റെടുത്താൽ ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന് മാത്രമല്ല ദേശത്തിനും സഭയ്ക്കും വ്യക്തികൾക്കും വിടുതൽ പ്രാപിച്ചെടുക്കുന്ന രാത്രി ആസന്നമായിട്ടുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ശമനപരഗതന വൈഡകരാജകൽക്കനാദി ഇന്ന് രാത്രി ശ്രദ്ധിക്കൂ. ഹല്ലേലൂയ. പൗലോസിന്റെ നടുവിൽ പെയ്തിറങ്ങിയ ഒരു ആത്മീക സ്വർഗീയ ശക്തി അവിടെ ഇറങ്ങി വന്നു. ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത പൗലോസും ദൈവവുമായ ഒരു ബന്ധത്തിൽ നിന്നുകൊണ്ട് സ്വർഗത്തിലെ ദൈവം വാതിൽ തുറന്നുകൊണ്ട് 24 മൂപ്പന്മാരും സിംഹാസനങ്ങളിൽ നിന്ന് എണീറ്റ് മരിച്ചുപോയവന് വേണ്ടി ആമേൻ സ്തോത്രം ദൈവത്തിന്റെ കരം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി സ്തോത്ര നീ പോലും അറിയാതെ ചില സിംഹാസനങ്ങൾ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി മാറ്റിയിട്ടിട്ട് നിന്റെ ഇല്ലായ്മകളിലും ആമേ ഉള്ളവനെ പോലെ നടത്തുവാൻ യോഗ്യനാം പ്രാപിച്ച ഒരുത്തൻ പറയുന്നു, ഒന്നുമില്ലായ്മയിലും എല്ലാവരും ഉള്ളതിനെ പോലെ നടത്തുവാൻ ഒരു ദൈവം സർവശക്തനാകയാൽ ഈ രാത്രിയിലും കണ്ണുനീരോടെ വിതയ്ക്കുന്നവനെ ആർപ്പിന്റെ കൊയ്ത്ത് നിന്റെ വാതിക്കൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന നാഴിക വിദൂരമല്ല. കഴിഞ്ഞ നാളുകൾ നീ വിതച്ചത് ഒരു കൊട്ട, കൊയ്തതും ഒരു കൊട്ടയല്ല. അതിൽ ആഗ്രഹിച്ചിരിക്കാനല്ല ദൈവം പറഞ്ഞത്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കുക, വാക്യം ഒന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. പ്രൈസ് ദി ലോർഡ്. അവൻ തോൽപ്പിക്കരുത്, അവൻ തന്ത്രശാലിയാണ്. ആദ്യവൻ നിന്റെ പ്രാർത്ഥനയാണ് അവൻ തടയുന്നത്. സ്തോത്രം. പ്രാർത്ഥനയാണ് ആയുധം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവൈതലിന്റെ അടുത്ത പിശാച് വരുന്നത് കണ്ടോ? ആ പ്രാർത്ഥനയുടെ ഇടയിൽ ഒരു മരണം സംഭവിച്ചത്, ആ ആരാധനയുടെ ഇടയിൽ അപ്പനുറുക്ക് അവിടെ ആവശ്യമാണ്. ഒരു അപ്പനുറുക്ക് അവിടെ സംഭവിക്കാൻ പോകുന്നു. ഒരു തിരുവെത്താഴ ശുശ്രൂഷ അതിനകത്ത് വെളിപ്പെടണം. ഈ ആരാധന കഴിയുന്നതിന് മുൻപ് ആരാധനയുടെ മധ്യത്തിൽ ഒരു കത്രുമേശ അവിടെ വേണം. നോക്കൂ, ആരാധന ഉന്മൂലനാശം ചെയ്യുവാനും പൗലോസിന്റെ മേൽ മരണത്തിന്റെ പഴി അടിച്ചേൽപ്പിക്കപ്പെടുവാനും ആ ദേശത്തിലെ ദേശാധിപതി എന്ന ശക്തി തന്നെ തകർത്ത് കളയുവാൻ, തന്നെ ഉടച്ചു കളയുവാൻ മുൻപിലോട്ട് ചാടി വീഴുന്നപ്പോഴും ഇന്ന് രാത്രി ശ്രദ്ധിക്കണം, പൗലോസ് ആ ദേശത്ത് ആരുടെ നാമത്തിലാണ് നിന്നതെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവത്തിന്റെ നാമത്തിലാണ് പൗലോസ് ആ ദേശത്ത് കാലൂന്നിയത്. പ്രൈസ് ദി ലോർഡ്. ആ ദേശത്ത് താൻ കാലൂന്നുമ്പോൾ, ആമേൻ, ആ ദേശത്ത് താൻ ഇറങ്ങി വരുമ്പോൾ അതിനകത്ത് ശത്രുവിന്റെ വലിയ പദ്ധതി, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ആ ദേശത്ത് വെളിപ്പെടുകയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ബെഥാനിയയിൽ യേശു എല്ലായ്പ്പോഴും പോകുന്ന, ആഹാരം കഴിക്കുന്ന, വിശ്രമിക്കുന്ന, ആരാധന ഏറ്റവും കൂടുതൽ കൂടുന്ന ഒരു ഭവനമാണ് ബെഥാനിയ എന്ന ഗ്രാമം? നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ആമേൻ. യേശു കർത്താവിനെ ഏറ്റവും ദുഷിച്ച ഒരു സ്ഥലമാണ് ബെഥാനിയ. പ്രാർത്ഥിക്കുന്നവളെയും പ്രാർത്ഥിക്കുന്നവരെയും ഏറ്റവും അധികം ദുഷിച്ച, പഴിച്ച, മാറ്റി നിർത്തിയ, അപവാദം പറഞ്ഞ ഒരു സ്ഥലമാണ് ബെഥാനിയ. അവിടെയാണ് യേശു, ആമേൻ, ആ ദേശത്ത് കൂടെ എവിടെയെല്ലാം കൂടെ പോയാലും അവിടെ കയറാതെ കർത്താവ് പോകാറില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, കർത്താവിന് വേണ്ടി നീ വാതിൽ തുറന്നു കൊടുത്താൽ,
കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ സമയം വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി നീ മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ വാക്ക് കേൾക്കാൻ നിന്റെ കാതുകൾ തുറന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ ഹൃദയത്തിന്റെ കവാടം കർത്താവിന് തുറന്നിട്ട് കൊടുത്തെങ്കിൽ, നിന്റെ വീട്ടിന്റെ വാതിൽ ദൈവത്തിന് വേണ്ടി തുറന്നെങ്കിൽ, അതിന്റെ സർവ അധികാരവും സ്വർഗത്തിലെ ദൈവത്തിനെന്ന് പറഞ്ഞാൽ, ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ എത്ര പേർ ഇന്ന് രാത്രി തയ്യാറാകുന്നു? നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസപ്പെടുത്തുന്ന ഒരു ദൈവമാണ് ഇന്ന് രാത്രി ഇറങ്ങി വന്നിരിക്കുന്നത്. ആമേൻ. അപ്പൊ ബെഥാനിയിൽ എന്ത് സംഭവിക്കണം? അവിടെ ദൈവം മഹത്വം വെളിപ്പെടുത്തണം. എവിടെയാണോ കർത്താവിന്റെ നാമത്തെ പഴിച്ചത്, ആ ദേശത്ത് ആ ജനം പറയണം, ഇതാണ് സത്യദൈവത്തിന്റെ ആരാധന. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതാണ് സത്യദൈവത്തിന്റെ ആരാധന. ഞങ്ങളാണല്ലോ, ഞങ്ങളുടെ അതരം കൊണ്ടാണല്ലോ ഈ ദൈവത്തെ ഞങ്ങൾ പഴിച്ചത്. ഈ അത്ഭുത പ്രവർത്തികളെ ഞങ്ങളുടെ നാവ് കൊണ്ടാണല്ലോ പറഞ്ഞ് ദുഷിച്ചത്. അനേകരെ ചെവി ഞങ്ങൾ എത്തിച്ചത് ഞങ്ങളുടെ ഈ നാവ് കൊണ്ടാണല്ലോ എന്ന് പറയാൻ ഒരു അവസരം അതിനകത്ത് ദൈവം വെളിപ്പെടുത്തി. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലയോ ദൈവദാസനെ, ലാസറിനെ കൊന്നിട്ടാണോ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തേണ്ടത്? ഞാൻ ഈ പുസ്തകത്തിൽ കൂടെ പറയാം, ഒരുത്തനെ കൊന്നിട്ടാണെങ്കിലും ദൈവപ്രവൃത്തി ആ ദേശത്ത് വെളിപ്പെടുത്തും. അത് എന്റെയും നിങ്ങളുടെയും ചോയ്സ് അല്ല, അത് സൃഷ്ടിച്ചവൻ അറിയാം. നിന്റെ കുടുംബത്തിൽ എങ്ങനെ ദൈവനാമം മഹത്വപ്പെടണമെന്ന് സൃഷ്ടിച്ചവൻ അറിയാം. ദൈവത്തിന്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയത്തില്ല. അതിനുള്ള അധികാരം നമുക്ക് തന്നിട്ടില്ല. ഇന്ന് രാത്രി ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. Praise the Lord. Hallelujah. 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 Praise the Lord. Hallelujah. ദൈവകുഞ്ഞേ, ഈ രാത്രി മറന്നു പോകരുത്. നിന്റെ ദേശത്ത് ഒരു മഹത്വം വെളിപ്പെടണമെങ്കിൽ ചിലതിനെ ദൈവം മാറ്റി നിർത്തി അവരിൽ കൂടെ ഒരു പ്രവൃത്തി വെളിപ്പെടുത്തും. Praise the Lord. അതാണ് ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നത്. കേട്ടോ, ഹല്ലേലൂയ. മരിച്ചവനെ ഉയർപ്പിപ്പാൻ ഒരുത്തൻ അധികാരം പ്രാപിച്ചു ബെഥാനിയയിൽ വരുന്നതും, ആമേൻ, ലാസർ മരിക്കുമെന്നും കർത്താവിനറിയാം. ലാസർ മരിക്കും, ആമേൻ, അവൻ 4 ദിവസം നാറ്റം വെച്ച് കല്ലറയ്ക്കകത്തിരിക്കുമെന്നും യേശുവിനറിയാം. യേശുവിനെ ചോദ്യം ചെയ്യാൻ ഒരു പറ്റം വ്യക്തികൾ അവിടെ പറന്നിറങ്ങിയെങ്കിലും അവർക്കൊന്നും ഒന്നും പറയാൻ കഴിയാത്ത തലത്തിൽ ഒരു ദൈവമഹത്വത്തിനകത്ത് വെളിപ്പെടുവാനിടയായി. ദൈവകുഞ്ഞെ, ഇന്ന് രാത്രി നിന്റെ മേലെഴുത്തുകളെ തിരുത്തി എഴുതുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി ഈ പ്രാർത്ഥന കൂട്ടത്തിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഭവനങ്ങൾക്കകത്ത് മാത്രമല്ല കേട്ടോ, നിന്റെ ബിസിനസ് മേഖലയിൽ മാത്രമല്ല കേട്ടോ, നിന്റെ ഉപജീവന വഴിയില്, നിന്റെ ആത്മീക മണ്ഡലങ്ങളില്, നിന്റെ ആത്മീക സ്തോത്രം സ്ഥാനങ്ങളില് ദൈവമഹത്വം വെളിപ്പെടണമെങ്കിൽ ചിലതൊക്കെ ഇന്ന് രാത്രി സ്റ്റോപ്പ് ആകുമ്പോഴാ ദൈവം തുടങ്ങുന്നത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഒരു ഒറ്റ കാര്യം ഞാൻ പറയാം, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം. ഇന്നേക്ക് 20 വർഷം മുൻപ്, ആമേൻ, സ്തോത്രം, ഞങ്ങൾക്കൊരു ടി വി ഉണ്ടായിരുന്നു വീട്ടിൽ. TV, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വല്ലപ്പോഴേക്ക് വാർത്തയോ എന്തെങ്കിലും കാണാൻ വേണ്ടി മാത്രമേ അത് ഓപ്പൺ ചെയ്യാറുള്ളൂ. സ്തോത്രം. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ഇത് ഓപ്പണായി വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ പെട്ടെന്ന് ഈ TV ഒന്ന് വെട്ടുവാനിടയായി. സ്തോത്രം. ഇങ്ങനെ ലൈൻ വന്ന് ഇങ്ങനെ വെട്ടിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ ഞങ്ങളുടെ സഹോദരൻ ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹം ഒരു ഇലക്ട്രോണിക്സ് കാണിയിട്ടുണ്ട്. ഞാൻ ദൈവദാസനെ TV ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു കുഴപ്പമില്ല, അത് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ഭാഷ എന്ന് പറഞ്ഞു. സ്തോത്രം. എന്നാൽ ഇത് 2 ദിവസം കൂടെ കഴിഞ്ഞപ്പോഴത്തേനും ഈ വെട്ടല് അതൊരു ബ്ലാങ്കായിട്ട് വന്നു. വെട്ടലില്ല, പിക്ചർ കാണുന്നില്ല. അപ്പോഴും പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, ഒരു 2 ദിവസം കൂടെ അതങ്ങനെ ഇരുന്ന് പിന്നെ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ ഈ മീറ്റിംഗ് തിരക്കുകൊണ്ട് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ 2 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേന് ഈ TV അങ്ങ് നിന്നു. ഒരനക്കവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ ഇതെല്ലാം കൂടെ തൂക്കിയെടുത്ത് ഓട്ടോയ്ക്ക് കയറ്റി പുള്ളിയുടെ ഷോപ്പിൽ കൊണ്ടുവരുവാണ്. ദൈവദാസനെ, ഇങ്ങനെ വേണ്ടായിരുന്നു, അന്ന് ഇത് ആ വെട്ടൽ വന്നപ്പോഴേ ചെയ്തിരുന്നുവെങ്കിൽ ആമേൻ, ഇത് നമുക്ക് അപ്പോഴേ ഒന്ന് ശരിയാക്കായിരുന്നു. സ്തോത്രം. ആമേൻ. എന്നാൽ അത് പോട്ടെ, ഈ സ്ക്രീന് വെട്ടലായി ഒന്ന് ബ്ലാങ്കായിട്ട് നീല കളർ നിന്നപ്പോഴേ നിങ്ങൾക്കത് ശരിയാക്കായിരുന്നു. അദ്ദേഹം എന്നോട് തോളിൽ കൈ വെച്ചിട്ട് പറഞ്ഞു, ദൈവദാസനെ, ഇത് വെട്ടൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതൊരു 3 ദിവസം കൂടി ആയുസുള്ളൂ. ഇത് ചത്തു കഴിഞ്ഞാൽ
നമുക്കിത് എവിടെയാണെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. സ്തോത്രം പറ. വല്ലത് പിടികിട്ടിയോ? ഇത് ചത്ത് കഴിഞ്ഞാൽ ഈ ബോർഡിൽ എവിടെയാണോ ഷോൾഡർ ആയത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഒരു 2 മിനിറ്റ്, സ്തോത്രം, 2 മിനിറ്റ് കൊണ്ട് പുള്ളി ആ ടിവിയെ യഥാസ്ഥാനപ്പെടുത്തി. കാരണം എന്നറിയാമോ? അദ്ദേഹത്തിന് എളുപ്പം അപ്പോഴാ. ഈ വെട്ടിക്കൊണ്ട് നിൽക്കുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിന് അന്ത്യകൂദാശ ചെയ്യാന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ചിലത് വെട്ടി നിൽക്കും. എത്രത്തോളം ട്രീറ്റ്മെന്റ് ചെയ്താലും ഇത് വെട്ടിക്കൊണ്ടേയിരിക്കൂ. പക്ഷെ മൗനം പാലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടും. സ്തോത്രം പറ. ഇന്ന് രാത്രി ആ ടി വി കുറേ നാൾ പിന്നെ ഓടി. പിന്നെ ആയപ്പോ ന്യൂ ജനറേഷൻ വന്നപ്പോ സാമ്പിളെല്ലാം മാറിയല്ലോ, സംഭവങ്ങളെല്ലാം മാറി. പിന്നെ ഹൈടെക് ആയി, പിന്നെ ഗൂഗിളായി, പിന്നെ മാപ്പുകളായി, പിന്നെ പ്രൈസ് ദി ലോർഡ് വലിയ വലിയ സംഭവങ്ങളൊക്കെ വന്ന് ആൻഡ്രോയിഡായി, കീൻഡ്രോയിഡായി, ആൻഡ്രോസായി എല്ലാം വന്നപ്പോ ഈ സംഭവത്തെ പിന്നെ എക്സ്ചേഞ്ച് ചെയ്യാൻ പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, എൻ്റെ കർത്താവ് ചിലതിൻ്റെ മേൽ തൊട്ട് കഴിഞ്ഞാലേ പിന്നെ അത് ഒരിക്കലും മരിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ശ്രദ്ധിക്കൂ. ഈ ബെഥാനിക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ കാര്യം, ലാസർ വയ്യാതെ കിടന്ന സമയത്തും യേശു കർത്താവിന് പോയി അവിടെ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ആ വായ്മൊഴി കേൾക്കുമ്പോൾ നമുക്കറിയാം, കർത്താവേ നീ നേരത്തെ വന്നിരുന്നു എങ്കിൽ ഇവൻ മരിക്കത്തില്ലായിരുന്നു. അപ്പോഴും കർത്താവ് പറയാ, ഇല്ല. സ്തോത്രം. നിന്റെ വിശ്വാസം എത്രേ? നീ വിശ്വസിക്കുമ്പോൾ ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യം ഞാൻ ഇന്ന് രാത്രി കാണുന്നു. ചില ശരീരങ്ങളുടെ അവയവങ്ങൾ, മരിച്ചിരിക്കുന്ന അവയവങ്ങൾ, പ്രൈസ് ദി ലോർഡ്, എത്ര ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും മുൻപിലോട്ട് പോകാതെ കുരുങ്ങി പിടിച്ചിരിക്കുന്ന അവസ്ഥകൾ ഇന്ന് രാത്രി ചില വെയിന്റെ മേൽ, ചില കോശത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി അയച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കും തടയാൻ കഴിയാത്ത ഒരു സ്വർഗീയ വിടുതൽ ഇന്ന് രാത്രി കൂടാരത്തിനകത്ത് ദൈവം അയച്ചുകൊണ്ടിരിക്കുന്നു. ചില വെയിനുകൾ ഇന്ന് രാത്രി യഥാസ്ഥാനപ്പെടുന്നു. ചില കോശങ്ങൾ ഇന്ന് രാത്രി യഥാസ്ഥാനപ്പെടുന്നു. ഒരു കോശത്തിന് 1 മണിക്കൂറുള്ളതുണ്ട്, 2 മണിക്കൂറുള്ളതുണ്ട്, 1 വർഷമുള്ളതുണ്ട്, 6 മാസമുള്ളതുണ്ട്, 5 ദിവസമുള്ളതുണ്ട്, 3 മാസമുള്ളത് കൊണ്ട് ഇത് അതേത് ഡേറ്റ് കഴിയുമ്പോൾ ഈ കോശം ചാകണം, അടുത്തൊന്ന് ഉയർത്തെഴുന്നേൽക്കും. പക്ഷെ ഇന്ന് രാത്രി ചിലത് വെല്ലുവിളിച്ച് നിൽപ്പുണ്ട്. ആ വെല്ലുവിളികളെ മാറ്റുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ചിലതിന്റെ മേൽ ദൈവപ്രവൃത്തി അയച്ചുകൊണ്ടിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവ കുഞ്ഞേ, ഈ രാത്രി ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, ചില വെയിലുകൾ ഇന്ന് രാത്രി വഴിമാറുകയാ. യേശുവിന്റെ നാമത്തിൽ ഈ സീസൺ നിനക്കുള്ളതാ. ചില വെയിനുകൾ ഇന്ന് രാത്രി നിന്റെ ശരീരത്തിൽ നിന്ന് യഥാസ്ഥാനപ്പെടുകയാ. അതിനെ പിടിച്ച് കുരുക്കുന്ന ചില പോരുകൾ ഇന്ന് രാത്രി വഴിമാറുകയാ. യേശുവിന്റെ നാമത്തിലെ വേമേൽ ചില വെല്ലുവിളികൾ ഇന്ന് രാത്രി ശരീരത്തോടും പ്രൈസ് ദി ലോർഡ് അവയവങ്ങളോടും വെല്ലുവിളിക്കുന്ന ചില പോരുകൾ ഇന്ന് രാത്രിയിൽ അടിഞ്ഞു മാറുന്ന രാത്രി. ആരുടെയൊക്കെ കൺതടങ്ങൾ നിറഞ്ഞൊഴുകുന്നു, ആരുടെ കൺപോളകൾ നിറഞ്ഞൊഴുകുന്നു. ഹൃദയത്തിന്റെ കണ്ണുകൾ പ്രകാശിക്കുന്ന ഒരു രാത്രിയായി ഈ 8ാമത്തെ അത്ഭുതത്തിനകത്ത്, അത് നിന്റെ ജീവിതത്തിനകത്ത് അന്ന് അപ്പോസ്തലന്മാരിൽ കൂടെ കർത്താവ് ചെയ്തെടുത്തെങ്കിൽ ഇന്ന് രാത്രി നിന്റെ കൈക്കകത്തിരിക്കുന്ന സ്തോത്രം ദൈവിക വിടുതലും രോഗശാന്തി ശുശ്രൂഷയും വേറെ ആർക്കുമുള്ളതല്ല, ഇത് നിനക്കുള്ളത് തന്നെയാണ്. നീ കൈ ഉയർത്തുമ്പോൾ രോഗി സൗഖ്യമാകും. നീ കൈവയ്ക്കുമ്പോൾ മരണാധികാരിയെ പിശാച് ഇന്ന് രാത്രി മരണത്തിൽ നിന്നും അവൻ തോറ്റ് പിന്മാറും. ദൈവത്തിന്റെ പ്ലാനാ, അതിനെ തകർക്കാൻ കഴിയില്ല. ചില മിനിറ്റുകൾ മാത്രമേ അത് നിൽക്കാൻ കഴിയൂ, ചില മണിക്കൂർ മാത്രമേ നിൽക്കാൻ കഴിയൂ. നോക്കൂ, എല്ലാവരും അടപടലമിളകി യേശുവിന്റെ നേരെ. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷ വെളിപ്പെടുമ്പോ ചിലരൊക്കെ എണീക്കും. സ്തോത്രം. ശുശ്രൂഷ വെളിപ്പെടുമ്പോ നീ നന്മ കണ്ടെത്തിയെന്ന് കാണുമ്പോ ചിലർ എണീക്കും. നന്മ പ്രാപിക്കരുത്, കുറുകെ നിൽക്കും, കയറി കുറുകെ. പ്രൈസ് ദി ലോർഡ്. ഇല്ലേ മിനി അഭിഷത്തെ കയറി കുറുകെ നിൽക്കും. പുറപ്പാട് പുസ്തകം 15:9 ചെറു കുറുകെ നിൽക്കുക. വായിച്ചാട്ടെ. പുറപ്പാട് 15:9 ഒന്ന് വായിച്ചാട്ടെ. കയറി കുറുകെ നിൽക്കുക. കേട്ടോ മിനിസ്റ്റേഴ്സ്, കയറി കുറുകെ. ഈ കുറുകെ നിൽക്കുന്നതിനെ ഇന്ന് രാത്രി യഥാസ്ഥാനപ്പെടുത്തുവാൻ അവിടെ ഒരു വെല്ലുവിളി ഉയരുക. ജനം
ജനം ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുമ്പോൾ ആമേൻ അവരിങ്ങനെ ആഗ്രഹിക്കുക, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകണം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായിച്ചേ ആ അധ്യായത്തിൽ എടുത്തെങ്കിൽ 15:9 ഒന്ന് വായിച്ചേ. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശ അവരാൽ പൂർത്തിയാകും. ഞാൻ എന്റെ വാളൂരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു. ഒരു ചുക്കും ചെയ്യില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിനക്ക് ആമേൻ ഒരു സ്റ്റെപ്പ് മുൻപിലോട്ട് ഉയരണമെന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്ലാൻ ആണെങ്കിൽ ശത്രു പറയും, നീ ഇനി എങ്ങോട്ടൊന്നും പോകണ്ട, അയ്യോ പോകണ്ട എന്ന് പണ്ടേ പോകണ്ട എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ജനം പിന്നാലെ കുതിക്കും. കാരണം ദൈവിക വെളിപ്പാടിനെക്കാളും ശത്രുവിന് വെളിപ്പാടുണ്ട് എന്ന് രാത്രി മനസ്സിലാക്കണം. ആമേ ദൈവം നിന്നോട് ദൂത് പറയും മുൻപേ ശത്രുവ് വെളിപ്പാടാൽ കാണും. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ, ഇവിടം വിട്ട് കഴിഞ്ഞാൽ, ഓ പ്രൈസ് ദി ലോർഡ്, ചില നന്മകൾ കൈവെള്ളയിൽ വന്ന് ചേരുമെന്ന് ശത്രുവിന് അറിയാം. അതുകൊണ്ട് ശത്രു പറയും, ഇല്ല, ഞാൻ നിന്നെ പിടിക്കും, ഞാൻ നിന്നെ പിന്തുടരും, നിന്റെ നിന്റെ സമ്പത്തെല്ലാം ഞാൻ കൊള്ളയിടുമെന്ന് ശത്രു വെല്ലുവിളിക്കുമ്പോഴും 15-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ഇല്ല, സാത്താനെ തകർക്കാൻ ദൈവം ഒരുത്തനെ അഭിഷേകം ചെയ്തെങ്കിൽ ചെറിയ അഭിഷേകമല്ല, നിന്നെ പിടിക്കാൻ കഴിയില്ല. ഇന്ന് രാത്രി നിന്നെ ഒരു രോഗത്തിനോ ഒരു ശക്തിക്കോ ഒരു ദാരിദ്ര്യത്തിനോ ഒരു കടക്കണിക്കോ നിന്നെ പിടിച്ചൊതുക്കാൻ കഴിയത്തില്ല. ഓ പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവർ പൊയ്ക്കോട്ടെ, സമ്പത്ത് ഇവിടെ നിൽക്കട്ടെ, സമ്പത്ത് മുൻപേ പോട്ടെ, ഇവർ ഇവിടെ നിൽക്കട്ടെ. തലമുറകളെ പിടിച്ച് കുലുക്കുന്ന വായ്ത്തങ്ങളെ തകർത്ത് കളയുന്ന ചില പൈശാചിക കോട്ടകളെ ഇന്ന് രാത്രി പൊളിക്കാൻ ദൈവജനം തയ്യാറാകുമെങ്കിൽ ഈ രാത്രി കർത്താവ് പറയുന്നു, മോശേ നീ മുൻപിലോട്ട് പൊയ്ക്കോ. ഇന്ന് രാത്രി നീ കാഴ്ച വിട്ടുന്ന സ്ഥലം മാത്രമല്ല, ഭവനങ്ങൾ മാത്രമല്ല, സകലത്തിന്റെ മേൽ നിനക്ക് അധികാരം തരാൻ പോകുകയാ. ഈ രാത്രി അധികാരം പ്രാപിച്ചവർ ദൈവത്തിന് സ്തോത്രം കൊടുത്താട്ടെ. ശമനപരകതുനി വൈഡകരാജകലഖനാദി. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ശത്രുവിന്റെ പട ആമേ തന്റെ ജനത്തിന് നേരെ വന്ന് പറയുക, മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിലെ, മരണാധികാരി ആയിരുന്ന ഘോരനാം പിശാചിലെ, മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്ത നാഥനെ, മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്ത നാഥനെ സ്തുതി ചെയ്. ഇന്ന് രാത്രി പാടിക്കോ. ഹല്ലേലൂയ. സ്തുതി ചെയ് മനമേ നിത്യവും നിൽ. ഓ പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവമൈതലേ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനെ തൊടാൻ, അവന്റെ നന്മകളെ തൊടാൻ, അവന്റെ പിന്നാലെ പിന്തുടരുവാൻ ഒരു സാത്താനെയും ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. വെല്ലുവിളിച്ചു നീ ഇന്ന് പോയി നോയിക്കേ. ആമേൻ. ഹല്ലേലൂയ. ദൈവ ശബ്ദം കേട്ടവൻ പുറകിലോട്ടല്ല മുൻപിലോട്ടാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ കുഞ്ഞേ, ദൈവം ഒന്ന് ആമേൻ ഒന്ന് അങ്ങോട്ട് ദൈവത്തിന്റെ പ്രവൃത്തിയിൽ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ഒരു തച്ചിന് കുത്തിയിരിക്കുന്ന ഒരു മന്ത്രവാദിക്കും ആമേൻ ഒരു ശകുനവാദിക്കും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ നിന്നെ തൊടുവാനോ നിന്റെ വാഴ്ത്തത്വങ്ങളെ തടയുവാനോ കഴിയത്തില്ല. അഭിഷത്തെ ഹല്ലേലൂയ ഇപ്പോ പാർക്കുന്ന ഇടം ദൈവം ആമേ കരങ്ങളിൽ തന്നിരിക്കുകയാ. ഇതിനകത്ത് ദൈവമഹത്വം വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മതി യഹോവേ മതി എന്ന് പറയത്തക്ക തലത്തിൽ കണ്ണുകൾ നിറയുമാറ് ആമേ ദൈവം ചില വാഴ്ത്തത്വങ്ങളും നന്മകളും ഹല്ലേലൂയ 25 തീരും മുമ്പേ ദൈവം തരുമെന്ന് പറഞ്ഞാൽ പിന്നെ സ്തുതിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവിടെയും തടയിടാൻ ശത്രു ഇങ്ങനെ പദ്ധതികളായി മനുഷ്യനെ ഒരുക്കി നിർത്തിയിരിക്കുക. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, പ്രാർത്ഥിക്കുന്നവനെ തടയാൻ, വാഴ്ത്തത്വങ്ങളെ തടയാൻ ചില മണിക്കൂർ മാത്രമേ വാഴ്ത്തത്വങ്ങളെ തടഞ്ഞു വയ്ക്കാൻ അവന് അധികാരമുള്ളൂ.
പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, ആമേ, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെയും 14-ാമത്തെയും വാക്യത്തിലേക്ക് വരാമോ? പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ഉം 14 വാക്യത്തിലേക്ക് വരുമ്പോൾ തന്നെ പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം 1-2 വാക്യവും, പുറപ്പാട് പുസ്തകം 7-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യവും, പുറപ്പാട് പുസ്തകം 13-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യവും, പുറപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യവും, പുറപ്പാട് പുസ്തകം സ്തോത്രം 18-ാമത്തെ അധ്യായത്തിൻ്റെ സ്തോത്രം 15-16 വാക്യം കൂടെ ചേർത്ത് പഠിച്ചു നോക്കുമ്പോൾ ഒരു ദൈവപ്രവൃത്തി തൻ്റെ ജനത്തിന് വേണ്ടി തുറന്നു തരുന്ന ഒരു സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കാരുണമായ ചില വെല്ലുവിളികളെ അതിജീവിപ്പാനുള്ള ഒരു ദൈവത്തിൻ്റെ സംഭരണി അതിനെന്നാ പറയാം. വായിച്ചേ, 14-ാമത്തെ അധ്യായത്തിന്റെ 13-ഉം 14 വാക്യം ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാട്ടെ. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. മിണ്ടാതിരിക്കുക കേട്ടോ, മിണ്ടാതിരിക്കുക. ദൈവം യുദ്ധം ചെയ്യാൻ പോകയാ. ഹല്ലേലൂയ. യുദ്ധം ചെയ്ത് ജയിക്കുന്നത് ആരെന്നറിയാമോ? യുദ്ധകളത്തിൽ ആരാ ജയിക്കുന്നത്? അഭിഷേകമുള്ളവൻ ജയിക്കും. ഹല്ലേലൂയ. അഭിഷേകമുള്ളവൻ യുദ്ധകളത്തിൽ ജയിക്കും. ഹല്ലേലൂയ. അവൻ അഭിഷേകമുള്ളവനെ കർത്താവ് യുദ്ധകളത്തിൽ കൊണ്ടുവന്ന് നിർത്തും. തികവുള്ളവനായി ചിറ്റിക്കും ദൈവം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ചിറ്റിക്കും. 36 വർഷം ചില ചുറ്റലിൽ കൂടെ നടന്നു പോകുമെങ്കിലും തൻ്റെ കീ പോയിന്റിലേക്ക് എത്തുവാൻ ചില വർഷങ്ങൾ കാത്തിരിക്കുന്നു. എങ്കിലും കാത്തിരിപ്പിന്റെ വർഷം ആഗതമായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മിനിസ്റ്റേഴ്സിനോടും കർത്താവിന്റെ അഭിഷേകത്തിനോട് കേട്ട് കഴിഞ്ഞാൽ, ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ചോദിച്ചാൽ, ആമേൻ, അവർക്ക് പറയാനുണ്ട്. എന്റെ ദൈവം ശത്രുവിനെ നിഗ്രഹിച്ച് അഭിഷേകത്തിനെ ഉയർത്തുന്ന ദൈവമെന്ന് പറയാൻ അവർക്ക് ഇന്ന് രാത്രി കർത്താവ് അധികാരം നാവിൽ കൊടുത്തിരിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടെന്നറിയാമോ? ആമേൻ. ഇതിനെ വിശ്വസ്തയോടെ ആര് കണ്ടെത്തുമോ? ആമേൻ. അവർ വിതയ്ക്കുന്ന വിത്തുകൾക്ക് ഒരു ദിവസം അതിൻ്റെ ഫലവും പലിശയുടെ പലിശയും കൂട്ടുപലിശയും എല്ലാം കൂടെ ചേർത്ത്, കുഴിക്കാത്ത കിണറ്, നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടം, പണിയാത്ത ഭവനം, ഇതെല്ലാം വചനത്തിനകത്തുള്ളതാ. ഇതെല്ലാം തൻ്റെ ഭക്തന്മാർക്കുള്ളതാ. പറവാ തുറന്ന്, ഞാന് നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടത്തിന്റെ ഫലം കഴിക്കും, കുഴിക്കാത്ത കിണറിൽ ഞാൻ കുടിക്കും. പറവാ തുറന്ന്, വയ്ക്കാത്ത വീടുകളിൽ ഞാൻ പാർക്കും. ഇത് മറ്റപ്പുറത്തുള്ള അവറാച്ചിലുള്ളതല്ല. ഇത് പ്രാർത്ഥിക്കുന്ന അഭിഷേകം നിൽക്കുന്ന ദൈവദാസനും ദാസിക്കും മക്കൾക്കുമുള്ളതാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ, നിനക്ക് വേണ്ടി തുറന്നിട്ട ഒരു സ്വർഗമുണ്ട്. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില ദേശങ്ങളും ദേശത്തിനകത്ത് മുട്ടുമടക്കുന്ന സഭകളുമുണ്ട്. അതോർത്ത് നീ ഭാരപ്പെടണ്ട. നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. മരിച്ചു കിടക്കുന്നവന്റെ മേൽ, 4 ദിവസം നാറ്റം വെച്ച കല്ലറയ്ക്കകത്തിരിക്കുന്ന മേൽ, അവന്റെ മേൽ കിടക്കാൻ പറ്റില്ല. കാരണം കല്ലറ അടച്ചു വച്ചിരിക്കുക. അതിനകത്തുനിന്ന് സ്തോത്രം ദുർഗന്ധം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ദുർഗന്ധം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഈ ദുർഗന്ധത്തിന്റെ കണ്ടപ്പോൾ യേശു കർത്താവ് അവിടെ മുട്ടുമടക്കിയിട്ട് സ്തോത്രം ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി കരയാൻ അവിടെ പൈസ വാങ്ങിപ്പോയതല്ല യേശു. തൻ്റെ ഉള്ളമൊന്ന് ഉരുകി. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് നിന്റെ ഉള്ളത്തെ കണ്ട് നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി ഇതിനകത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ.
ശബലപരകതല വൈഡകരാജകൾ കലാതി. ആ 14-ാമത്തെ അധ്യായത്തിന്റെ സ്തോത്രം 25-ാമത്തെ വേദാംശത്തിലേക്ക് വരുമ്പോൾ അതിനകത്തൊരു ജയത്തിന്റെ ഘോഷം അതിനകത്ത് മുഴങ്ങുന്നുണ്ട്. ആമേൻ. അന്ന് പിന്തുടർന്ന ശത്രുവിനെ കർത്താവ് എന്നേക്കുമായി തകർത്തുടയ്ക്കുന്ന ഒരു നിത്യനീതിയുടെ നിയമത്തിന്റെ ദൈവത്തിന്റെ മഹത്വമേറിയ പ്രവൃത്തി. 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രയീമ്യർ നാം ഇസ്രായേലിനെ വിട്ടു ഓടിപ്പോകാം, യഹോവ അവർക്ക് വേണ്ടി മിസ്രയീമ്യരോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഓടിപ്പയ്ക്കോ. പ്രാർത്ഥിക്കുന്നവനാ, അഭിഷേകം പ്രാപിച്ചവനാ, കൃപയുള്ളവനാ, മുഴങ്കാലിൽ ഉപവസിക്കുന്നവനാ, കാത്തിരിക്കുന്നവനാ, രാത്രി ഉറങ്ങാത്തവനാ, അവനെ വിട്ട് ഓടിക്കോ. അവനോട് ജയിക്കാൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിന്നെ ജയിക്കാൻ കഴിയത്തില്ല. നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ, നിന്നെ ഒരിക്കലും ജയിക്കാൻ കഴിയത്തില്ല. കാരണം രാത്രി ആമത്തെ നീ പകലാക്കി പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ ഇന്ന് രാത്രി നിന്നെ വിട്ട് ഓടിക്കളയുന്ന ശത്രുവിന്റെ ഒരു നിര ഈ രാത്രി ഓടുകയാണ്. Praise the Lord, praise the Lord, praise the Lord. അതാ വചനം പറയുന്നത്, വിളിക്കപ്പെട്ടവരോ അനേകരുണ്ട്, വിളിക്കപ്പെട്ടവർ. പക്ഷെ തെരഞ്ഞെടുപ്പിനകത്ത് നാം കാണണം, തിരഞ്ഞെടുപ്പിനകത്ത് നാം കാണണം. ആ തിരഞ്ഞെടുപ്പാണ് ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുന്ന ആത്മാവിന്റെ തീയുടെ ഒരു നീർച്ചാൽ ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ആ തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ വരുമ്പോൾ ഭക്തന് പാടാൻ കഴിയും, പിളർന്നതാം പാറയേ നിന്നിൽ ഞാൻ മറയട്ടെ, സങ്കേതമേ എനിക്കാനന്ദമേ. ഇന്ന് രാത്രി ഹല്ലേലൂയ, എനിക്ക് ആനന്ദമാണ്. അടുത്തു പറ, നിന്നിൽ ചാരുന്നവർക്ക് ഇന്ന് രാത്രി ആശ്വാസമാണ്. നിത്യമായ ഒരു ആശ്വാസത്തിന്റെ മകുടമായിരിക്കുന്ന, കാരണഭൂതനായിരിക്കുന്ന, സ്വർഗത്തിലെ കാരണഭൂതനായിരിക്കുന്ന, ചരാചരങ്ങളുടെ മേലും അധികാരമുള്ളവൻ, സമുദ്രത്തിന്റെ മേൽ അധികാരമുള്ളവൻ, പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ, സകല ഭൂജല ജന്തുക്കളുടെ മേൽ അധികാരമുള്ളവൻ വിളിച്ചു പറയുന്നു, നിന്റെ ശരീരത്തിനകത്ത് സകലത്തിന്റെ മേലും അധികാരമുള്ളത് ഞാൻ മാത്രമാ. Amen. In the name of Jesus. Hallelujah. Thank you, Father. ഇന്ന് രാത്രി ഞാൻ അനുഭവിക്കുന്നു, ചിലർക്ക് ദൈവാത്മാവ് ഇന്ന് രാത്രി കുടഞ്ഞു കളയുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, ആർക്കും തകർക്കാൻ കഴിയാത്ത, ആർക്കും അടയ്ക്കാൻ കഴിയാത്ത, ആർക്കും തടുത്തുകൂടാൻ കഴിയാത്ത ഒരു രാത്രി നിന്നെ തേടി വരുന്നുണ്ട്. പക്ഷേ അവിടെ ഈ കൃപാവരമുള്ളവൻ പ്രാർത്ഥിച്ചു കയറും. ആമേൻ. അവൻ പ്രാർത്ഥിച്ച് കയറും. എങ്ങോട്ട് കയറും? അവൻ ചിറകടിച്ച് ആ ദൈവത്തിലേക്ക് ചിറകടിച്ച്, ഹല്ലേലൂയ, ആ സ്വർഗീയ അനുഭവങ്ങൾ കണ്ട്, ആമേൻ, ആ സ്വർഗീയ ശബ്ദം കേട്ട് അവൻ മുൻപിലോട്ട് യാത്ര ചെയ്യുന്ന സുദിനം ആസന്നമായിട്ടുണ്ട്. ദൈവകുഞ്ഞേ, ഹല്ലേലൂയ. നോക്കൂ, നാറ്റം വെച്ചതിന്റെ മുൻപിൽ മുഴങ്കാൽ മടക്കിയിട്ട് യേശു പറഞ്ഞ ഒറ്റ കാര്യം, ലാസറേ പുറത്തു വന്നേടാ. നിന്റെ പേരറിയാത്തവനല്ല ഇരിക്കുന്നത്, നിന്റെ രോഗം അറിയാത്തവനല്ല ഇന്ന് വിളിക്കുന്നത്, നിന്നെ അറിയാത്തവനല്ല, നിന്റെ എ മുതൽ ഇസഡ് വരെ പഠിച്ചവനാ വിളിക്കുന്ന. ലാസറേ പുറത്തു വാടാ. ഇന്ന് രാത്രി നിന്റെ മേലൊരു അധികാരം ഇന്ന് രാത്രി സ്ഥാപിക്കുകയാ. പുറത്തു വാ. ഓ പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കർത്താവ് പറഞ്ഞു, തുറന്നു വാ. അടയപ്പെട്ടതിനെ തുറക്കാൻ, തുറക്കുന്നതിനെ അടയ്ക്കാൻ അധികാരമുള്ളവൻ പറയുക. കല്ലുകൾ മാറാൻ തുടങ്ങി. ഇന്ന് രാത്രി ചില കോപ പോരുകൾ അടയാൻ തുടങ്ങുകയാ. ചില പൈശാചിക ശക്തികൾ കല്ലറ വിട്ട് മാറാൻ തുടങ്ങി. യേശുവിന്റെ കാൽപാദ കോമ്പൗണ്ടിൽ ഊന്നിയപ്പോൾ, ബെഥാനി എന്ന ഗ്രാമത്തിലേക്ക് ഊന്നിയപ്പോൾ, ഇന്ന് രാത്രി ചില മേലെഴുത്തുകളെ തിരുത്തി എഴുതുന്ന ദൈവം,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സാൻസിസോട് ദൈവത്തിന്റെ ആത്മാവെന്ന രാത്രി ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാമത്തെ അധ്യായം അതിന്റെ 29-ാമത്തെ വേദാംശത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആമേൻ സ്തോത്രം നിന്നവരെ ഒന്നും തൊടാൻ ഒരു മാനുഷികമായ ശക്തിക്കും കഴിഞ്ഞിട്ടില്ല എന്ന് സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ആലോചന കൈമാറുകയാ. നോക്കൂ, ആമേൻ സ്തോത്രം. യെബൂസ്യർ, ഫെലിസ്ത്യർ, ഹല്ലേലൂയ, സകലത്തിന്റെ മേലുമുള്ള ആമേൻ അധികാരം ആമേൻ ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ഗിദെയോന്റെ മേൽ ദൈവം പകർന്നിട്ട് ദൈവം പറയുക ചില ബലിപീഠങ്ങളെ ഇടിച്ച് ആമേൻ പൊട്ടിച്ച് അതിനെ ആമേൻ വെട്ടിക്കീറി അതിന്റെ വിറവ് കൊണ്ട് ഹോമയാഗപീഠം പണിയാൻ ആമേൻ ഗിദെയോന്റെ മേൽ ദൈവം അധികാരം കൊടുത്ത് തന്നെ പുറത്തെടുക്കുമ്പോൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞ് നിനക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ചില പാരമ്പര്യത്തിന്റെ കെട്ടുകൾ, ചില കുറ്റികൾ ഇന്ന് രാത്രി തുടങ്ങി വെട്ടിക്കീറാൻ അധികാരം പ്രാപിച്ച നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ ഇന്ന് രാത്രി കേട്ട് ദൈവത്തിൽ മുട്ടുമടക്ക് പ്രാർത്ഥിക്ക്. വരും നാൾക്കളിൽ ദൈവം ചെയ്യുന്ന അതിശയങ്ങളെ ഓർത്ത് വർണ്ണിപ്പാൻ തുടങ്ങിക്കോ. ദൈവം ചിലത് വെട്ടിക്കീറാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ 11:29 ഒരാളിന് വായിക്കാം ശക്തമായി. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ സീഹോനെയും അവന്റെ സകല ജനത്തെയും ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ അവരെ തോൽപ്പിച്ചു. ഇങ്ങനെ ഇസ്രായേൽ ദേശനിവാസികളായ അമോര്യരുടെ ദേശമൊക്കെയും കൈവശമാക്കി. ചില ദേശം, പട്ടണം, രാജ്യം കൈവശമാക്കാൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യമുണ്ട്. ആമേൻ. 6-ാമത്തെ അധ്യായം 7, 8, 9, 10. 8-ാം അധ്യായം വായിക്കുമ്പോൾ 11, 12, 13. ആമേൻ സ്തോത്രം. 7-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ 7:6 മുതൽ 7, 8, 9, 10, 11 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പറയുന്നു, ഞാൻ ഇന്ന് രാത്രി മിസ്രൈമിന്റെ പാളയത്തിനകത്ത് ആ ഒരു എബത്തപ്പം പോലെ ഇന്ന് രാത്രി ഒന്നിനെ ഞാൻ ഉരുട്ടിവിടും. കാരണം ഒരെബത്തപ്പം ഇന്ന് രാത്രി ഉരുണ്ടു മാറുമ്പോൾ കാളവണ്ടി ചക്രത്തെക്കാൾ വലിപ്പമുള്ള ഒന്ന്, ഒരു ചക്രം, രഥചക്രം ഉരുണ്ടുവന്ന് ആമേ ചില മിഥ്യാനുടെ പാളയത്തെ പൊളിക്കാൻ ഇന്ന് രാത്രി പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ചിലത് ഇന്ന് രാത്രി പൊളിയുകയാ, ചിലത് പണിയുകയാ. ചില മിഥ്യാരുടെ കൂടാരങ്ങൾ പൊളിയാൻ പോകുന്നു, ചിലത് ദൈവം പണിയാൻ പോകുന്നു. ചിലത് പൊളിച്ചടുക്കി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന നിന്നോട് ആമേ മത്സരിച്ചിട്ടും ജയിക്കാൻ കഴിയുന്നില്ല ഗിദെയോനെ, നീ മറ്റാരുമല്ല, ഇസ്രായേലിന്റെ വാളല്ലാതെ മറ്റാരുമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു അദർശനായ ദൈവം, ഓ പ്രൈസ് ദി ലോർഡ്, അവന്റെ പേരിനെ മാറ്റി എഴുതി ഇസ്രായേലിന്റെ വാളാക്കിയ ഒരു ദൈവം ഇന്ന് രാത്രിയിൽ ചില ദേശത്തും രാജ്യത്തും പട്ടണത്തിലും വില്ലേജിലും മുനിസിപ്പാലിറ്റിയിലും ഓ നഗരത്തിനകത്തും നഗരത്തിന്റെ കിളിവാതിൽ കൂടെയും ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ. ഹല്ലേലൂയ. ഓ എനിക്കിതിനകത്ത് ഇരിക്കാൻ കഴിയുന്നില്ല. ദൈവാത്മാവ് എന്നോട് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ചില കൂടാരങ്ങൾ വിടുവിക്കപ്പെടാൻ പോകുകയാ. ഞാൻ ആത്മാവിൽ ഇന്ന് രാത്രി കാണുകയാ. എവിടെയായിരിക്കുന്ന ദൈവദാസയെ മുട്ടുമടങ്ങിക്കോ. ഇന്ന് രാത്രി ഏറ്റെടുക്കുന്ന ദൈവകൃപ നിന്നെ മേൽ വ്യാധിക്കുന്ന പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ. അവര് പറയില്ല, ഇത് ഇസ്രായേലിന്റെ വാളാണ്, ഈ രാജ്യത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വാളാണ്. ഈ ദേശത്തിന് മിഥ്യാനെ ഒതുക്കാൻ, യെബൂസിനെ ഒതുക്കാൻ, മറ്റ് ഇതര ജാതിക്കാരെ ഒതുക്കാൻ ഈ വ്യക്തിയെ തിരഞ്ഞെടുക്കപ്പെട്ട ഓ പ്രൈസ് വ്യക്തിയാണ്. ഇതിനെ ഒരിക്കലും ഒതുക്കാൻ കഴിയത്തില്ല. ഇതിനെതിരെയുള്ള എല്ലാ കുതന്ത്രങ്ങളും ഇന്ന് രാത്രി തകരട്ടെ. തിരിച്ചടിക്കാൻ പോകുന്നു ഇന്ന് രാത്രി. ഓ പ്രൈസ് ദി ലോർഡ്. ഗിദെയോന് നേരെ വന്ന ചില അമ്പുകൾ, ഗിദെയോന് നേരെ വന്ന ഒരു ചില അമ്പുകൾ ഉടമലരഗത ശംഭവരാജകൽക്കനാദി യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുകയാ. ഇന്ന് രാത്രി ആത്മാവിൽ നിറഞ്ഞ ദൈവജന സ്തോത്രം പറയുമ്പോൾ ഉടമലരാജ ശംഭവരംതുലി വേദപരത്തുലി അമ്പൽക്കവനപരഗതനാകര ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ പ്രവൃത്തി അതിശക്തമായി ഈ രാത്രി വെളിപ്പെടുന്നു. ദൈവം ഓരോന്ന് സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിന്റെ ഉപയോഗങ്ങളെ പറ്റി ദൈവം മുൻപേ അവിടെ എഴുതി ലേബലാക്കി വയ്ക്കും പുസ്തകത്തിൽ. ആമേൻ. പുസ്തകത്തിൽ ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. പുസ്തകത്തിൽ ലേബലാക്കി വയ്ക്കും. പ്രൈസ് ഹല്ലേലൂയ.
ആമേൻ. ഇന്ന് രാത്രിയിൽ ചിലരെ പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം അങ്ങ് അഭിഷേകം ചെയ്തിരിക്കുക. ആമേൻ. ചിലരെ മധ്യസ്ഥയ്ക്ക് വേണ്ടി ദൈവം അങ്ങ് അഭിഷേകം ചെയ്തിരിക്കുക. ആമേൻ. അതെന്താ? ദൈവത്തിന്റെ പുസ്തകങ്ങൾക്കകത്ത് ഇന്ന ഇന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി, ഇന്ന ഇന്ന കാര്യാദികൾക്ക് വേണ്ടി ദൈവം ചിലരെ അഭിഷേകം ചെയ്ത് നിർത്തിയിരിക്കുക. ഇന്ന് രാത്രി ആരോടൊക്കെ പറയും, നീ പ്രാർത്ഥിക്കുക. നിന്റെ പ്രാർത്ഥന ചില ദേശത്തില് മാത്രമല്ല, വ്യക്തികൾക്ക് മാത്രമല്ല, ചില കുരുക്കുകൾ വരെ മാറുന്ന രാത്രിയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ഓമന സിസ്റ്ററോട് ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രി വിളിച്ചു പറയും. രൂത്തിന്റെ പുസ്തകം രൂത്തിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെ വായിക്കും. ഇങ്ങനെ പറയുന്നു, ആമേൻ, സ്തോത്രം. ദൈവം രൂത്തിനെ അതിനകത്ത് കൊണ്ടുവന്ന് ഉറപ്പിച്ച് നിർത്തിയെങ്കിൽ രൂത്തിന്റെ മേലുള്ള ദൈവത്തിന്റെ ആലോചനകൾ ഇന്ന് രാത്രി നിവർത്തീകരിക്കുന്ന രാത്രിയാണെന്ന് പറഞ്ഞാൽ ഈ രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റുമോ അവൾക്ക്? ആമേൻ, സ്തോത്രം. ബോവസ് 3 നിയമങ്ങൾ പുറപ്പെടുവിച്ചു. 1-ാമത്തെ നിയമം വായിച്ചാട്ടെ. 8-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 9-ാമത്തെ വാക്യം. അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പോയിക്കൊള്ളുക. ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾക്കരികെ ചെന്ന് ബാല്യക്കാർ കോരി വെച്ചതിൽ നിന്ന് കുടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. എന്നാറെ അവൾ സാഷ്ടാംഗം വീണ് അവനോട്, ഞാൻ അന്യദേശക്കാരിയായിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്ക് എന്നോട് ദയ തോന്നിയത് എങ്ങനെയെന്ന് പറഞ്ഞു. ഉപദ്രവിക്കരുത്, ശകാരിക്കരുത്, പീഡിപ്പിക്കരുത്. അവളെ വെറുതെ അവളെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തരുത്. അവളെ ഞാനാ ഈ കൊയ്ത്ത് നിലത്ത് കൊണ്ടുവന്നത്. ആമേ, കാറ്റുകൾക്കിടയിൽ കിടക്കുന്നത് അവൾ പറക്കിക്കൊള്ളട്ടെ. ആമേൻ. അവളെ ആമേൻ ഉപദ്രവിക്കുന്നവർ ഇന്ന് രാത്രി മാറി നിൽക്കട്ടെ. ഹല്ലേലൂയ. രൂത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന നിയമങ്ങളാ. രൂത്തിനെ ഉപദ്രവിക്കാൻ വന്നവർക്ക് ദൈവം കൊടുത്ത നിയമമാ. അവൾക്ക് വെള്ളം ദാഹിക്കുമ്പോൾ കോരി വച്ചതിനെ കോരി വച്ചതിനെ കോരാൻ പറഞ്ഞില്ല, നിങ്ങൾ കോരി വച്ചതിനെ ഇന്ന് ആമേ നിങ്ങൾ കോരി കൊടുക്കണു അവൾക്ക്. ഇന്ന് മുതൽ ആമേ, സ്തോത്രം, ഞാൻ കൽപ്പിക്കുന്നു, അവൾക്ക് നിങ്ങൾ കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ, ഇന്ന് മുതൽ ബോവസ് പറയുന്നു, ആമേ, സ്തോത്രം, ഈ രാജ്യത്തിന്റെ രാജാവ് വിളിച്ചു പറയുന്നു, ഈ രാജ്യത്തെ നയിക്കുന്നവൻ വിളിച്ചു പറയുന്നു, ആമേൻ, അവൾ കൊയ്യട്ടെ, നിലത്തിനരികെ അവൾ നിൽക്കട്ടെ, പാത്രങ്ങളിൽ കുടിക്കട്ടെ, അവളെ ആരും ഉപദ്രവിക്കരുത്. ഹല്ലേലൂയ. ഇൻ ദി നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ ചിലതൊന്ന് രാത്രി ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ചിലത് ദൈവാത്മാവിന്ന് രാത്രിയിൽ ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവദാസിയെ ചിലത് കോരി വയ്ക്കുന്നത് എടുത്തുകൊള്ളുവാൻ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ദൈവാത്മാവ് കൽപ്പിച്ച ചില ഇടങ്ങൾ ദൈവാത്മാവിന്ന് രാത്രി വിളിച്ചു പറയുന്നു. ആമേ, കോരി വച്ചതിനെ കുടിച്ചുകൊള്ളുക. ആമേ, കോരുവാൻ വേണ്ടി അല്ല, കേട്ടോ, കോരി വച്ചതിനെ. പിന്നെ അടുത്തെന്താ? അവളെ ശകാരിക്കരുത്. പിന്നെ എന്താ? അവളെ ഉപദ്രവിക്കരുത്. പിന്നെ എന്താ? അവളെ പീഡിപ്പിക്കരുത്. രാത്രി ഒരു കൽപ്പന കുടുംബത്തിലേക്ക് വരികയാ, അഭിഷേകത്തിന്റെ ജീവിതത്തിലേക്ക് വരികയാ. കഴിഞ്ഞ നാളുകൾ, വർഷങ്ങളായി പീഡനങ്ങൾ, ശകാരങ്ങൾ, ഉപദ്രവങ്ങൾ, ആമേ, കുടിവെള്ളം പോലും തരത്തില്ല എന്ന് വെല്ലുവിളിച്ച ആമേ, സ്വതന്ത്ര ചില വെല്ലുവിളികൾ ദൈവാത്മാവെന്ന് രാത്രി കാണിക്കുകയാ. അതിനകത്ത് തമ്പുരാൻ വിളിച്ചു മതി കോരാത്തതും ആമേ, സ്തോത്രം, ആയ തലത്തിലേക്ക് ദൈവാത്മാവ് കൊണ്ടെത്തിക്കാൻ പോകുകയാ. അത് ദൈവത്തിന്റെ മഹത്വമേറിയ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ആമേ, ആരാധിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. വാഴ്ത്തങ്ങളെ പിടിച്ച് തകർക്കാൻ നിൽക്കുന്ന ചില പൈശാചിക ശക്തികൾ, ചില പോരുകൾ, തേറിന്റെ വാഴ്ചകൾ ഇന്ന് രാത്രി പൊട്ടിത്തെറിക്കുന്ന രാത്രി എന്ന് പറഞ്ഞാൽ ഈ രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. അതെ, ഇവിടെ വായിച്ച് നമ്മൾ കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ നോയിക്കേ, കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിച്ചത് എന്താ? വായിച്ചത്, ആമേൻ, പൗലൂസ്
വളരെ നേരം സംഭാഷിക്കുകയാൽ, ആമേൻ, വളരെ നേരം സംഭാഷിച്ചപ്പോൾ അല്ലെങ്കിൽ പ്രസംഗിച്ചപ്പോൾ, ഹല്ലേലൂയ, ഒരുത്തൻ മുകളിൽ നിന്ന് മൂന്നാമത്തെ തട്ടിൽ നിന്ന് താഴെ വന്ന് വീഴുന്നു ചത്തു. പ്രൈസ് ദി ലോർഡ്. അവന്റെ മേൽ പൗലോസ് കേറി കിടക്കുക. അവിടെ പറയുന്നത് അവരിങ്ങനെ അവനെ തഴുകി. പ്രൈസ് ദി ലോർഡ്. തഴുകി എന്ന് പറഞ്ഞാൽ അവന് ശരീരത്തിന് വേണ്ട ചൂട് പരിശുദ്ധാത്മാവിൽ അവന്റെ മേൽ നൽകി. സ്തോത്രം. ഹല്ലേലൂയ. കുറച്ചുകൂടെ ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിച്ചു കഴിഞ്ഞാൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്തൊരു പ്രത്യേകതയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എവിടെയാണോ സ്റ്റോപ്പായി പോയത്, എവിടെയാണോ നിന്ന് പോയത്, ആമേൻ, നമ്മളൊക്കെ വണ്ടി ഓടിച്ച് പോകുമ്പോഴേ അർദ്ധരാത്രിക്കായി കഴിയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ എവിടെ ഏതെങ്കിലും വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഉന്തിക്കൊണ്ട് അങ്ങ് ഇട്ടിട്ടെങ്കിൽ പോരും, അല്ലെങ്കിൽ ഹോട്ടൽ റൂം എടുത്തോ എവിടെയെങ്കിലും തങ്ങും. എന്നാൽ ആ കാലഘട്ടത്തിൽ ഉന്തിക്കൊണ്ട് പോയി ഒരിടത്ത് ശേഖരിച്ചിടാനുള്ളതല്ല ഇത്. രഥത്തിൻ്റെ ചക്രം അതിൻ്റെ ആ ആക്സലിൽ നിന്ന് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ രാത്രി കൊണ്ട് പണിയാൻ പറ്റില്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ എത്ര ദിവസം കൊണ്ട് പണിയാൻ പറ്റുമോ ആ രഥത്തിൻ്റെ അടുത്തുനിന്ന് പോകത്തില്ല. സ്തോത്രം. കാരണം പോകാൻ വേറെ വാഹനമില്ല. കൊടുങ്കാടാണ്, പ്രശ്നങ്ങൾ നിറയപ്പെട്ട ക്രൂരന്മാർ, ദുഷ്ടമൃഗങ്ങൾ, ഘോര ശബ്ദങ്ങൾ, ആമേ, വേഷസർപ്പങ്ങൾ, ആമേ, ഉൾവനങ്ങൾ, ആമേ, വെട്ടമില്ല, വെളിച്ചമില്ല, ആമേ, റാന്തലിന്റെ വെട്ടം മാത്രമേ ഉള്ളൂ. അത് ചില സമയം കഴിയുമ്പോൾ അത് നിശ്ചലമായി പോകും. പക്ഷെ നിശ്ചലമായി പോകുന്ന സമയത്തും ദൈവം പറയുന്നു, ഞാൻ പകൽ മേഘസ്തംഭത്തിലും പിന്നെ രാത്രി അഗ്നിസ്തംഭത്തിലും. എന്തൊരു നൈം ഓഫ് ജീസസ്. ഹല്ലേലൂയ. തൻ്റെ ജനത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇതിനകത്തിറങ്ങി വന്നിട്ട് വായിച്ചാട്ടെ. 2-ാമത്തെ അധ്യായത്തിന്റെ, ആമേൻ, സ്തോത്രം, 1-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് ഇന്ന് രാത്രി നമുക്ക് വരാം. അഹസ്യാവ് ശമര്യയിലെ തന്റെ മാളികയുടെ കിളിവാതിലിൽ കൂടി വീണു. ദീനം പിടിച്ചു അവൻ ദൂതന്മാരെ അയച്ചു, ഈ ദീനം മാറി എനിക്ക് സൗഖ്യം വരുമോ എന്ന് എക്രോനിലെ ദേവനായ ബാൽ-സെബൂബിനോട് ചെന്ന് ചോദിപ്പീനെന്ന് അവരോട് കൽപ്പിച്ചു. കണ്ടോ, ഒരുത്തൻ മണ്ടയ്ക്ക് താഴെ വന്ന് വീണപ്പോൾ പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യ്, എക്രോണിലൊരു ദേവനുണ്ട്, ഒരു ദേവൻ. ആ ദേവൻ്റെ അടുത്ത് ചോദിക്ക്, ചാവോ ജീവിക്കോ, എവിടെയാ എല്ല് പൊട്ടിയത്, ഏത് ഞരമ്പാ പിടിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാൻ. ആമേൻ. എക്രോണിൽ ഒരു വലിയ ദേവൻ അവിടെ കുടിയിരിക്കുക. എന്നാൽ സ്വർഗത്തിലെ ദൈവമാണ് ഇവനെ തള്ളിയിട്ടത്. ഇന്ന് രാത്രി അത് തെളിയിക്കാൻ പോയാ. സ്തോത്രം. അതിന് താഴോട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. അതിന് താഴോട്ട് വായിക്കുമ്പോൾ അതിനകത്ത്, ആമേൻ, സ്തോത്രം, ദൈവം ആ കാര്യത്തിൽ ഇടപെടുകയാ. ആമേൻ. 2-ാമത്തെ അധ്യായത്തിൽ ദൈവം ഇടപെടുകയാ. പ്രൈസ് ദി ലോർഡ്. 1-ാം അധ്യായത്തിൽ ദൈവം ഇടപെട്ടപ്പോൾ അവിടെ ഇവൻ ആ മുമ്പിലോട്ട് പോകുമ്പോൾ തന്നെ, പ്രൈസ് ദി ലോർഡ്, അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഏലിയാവിൻ്റെ മേൽ വെളിപ്പെട്ടു. ശ്രദ്ധിക്കണം. ആമേൻ, സ്തോത്രം. ഏലിയാവോട് കൽപ്പിച്ചത്, നീ എഴുന്നേറ്റ് ശമര്യ രാജാവിൻ്റെ ദൂതന്മാരെ എതിരേറ്റ് ചെന്ന് അവരുടെ ഇസ്രായേലിന്റെ ദൈവം ഇല്ലാഞ്ഞിട്ടോ നിങ്ങൾ എക്രോനിലെ ദേവനെ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, കാണാൻ വേണ്ടി പോകുന്നേ. ഹല്ലേലൂയ. ഇസ്രായേൽ ദൈവമില്ലേ? ദൈവമാണ് അവരെ തള്ളിയിട്ടത്. കാരണം ഒരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുത്തണം. കളിയാക്കി, അവൻ പരിഹസിച്ച്. ദൈവവൈതലേ, ആമേൻ, ദൈവോരുത്തനെ പൂട്ടിയാൽ തുറക്കാൻ പറ്റില്ല. ദൈവോരുത്തനെ തൊട്ട് കഴിഞ്ഞാൽ ആർക്കും അതിനെ ഒരു ദൈവത്തിനെ വിടുവിക്കാൻ കഴിയില്ല. ആമേൻ. കണ്ടോ, ഇവിടെ ദൈവത്തിന്റെ ആലോചന,
ആമേൻ ബെത്സബൂലിനോട് ചെന്ന് ചോദിപ്പാൻ ആമേൻ എന്ന് അവരോട് പറഞ്ഞ് കൽപ്പിച്ച് ആളെ അയക്കുമ്പോൾ ബെത്സബൂലിനോട് അരുളപ്പാട് ചോദിപ്പാൻ പോകരുത്. നിങ്ങൾ എന്തിനാ പോകുന്നേ? അടുത്ത ഇത് നിമിത്തം നീ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ചിലത് നീ ആമേൻ അനുഭവിക്കാൻ പോകയാ. ഹല്ലേലൂയ. ഈ യാത്രകൾ പോകുന്നത്, യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. ഇഷ്ടംപോലെ യാത്ര ചെയ്യും. എനിക്ക് ഭയങ്കര കൊതിയാണ് യാത്ര ചെയ്യാൻ. ഈ യാത്ര ചെയ്ത് പോകുമ്പോൾ ചിലരൊക്കെ ഈ വലിയ ബസ്സുകളിലൊക്കെ വന്നിട്ട് ആമേൻ ഞാൻ കണ്ട കാര്യമാണ്. ഈ ബസ്സുകളിൽ വരുന്ന പലരും പ്രൈസ് ദി ലോർഡ് വേറെ ആരുമല്ല, മുങ്ങി സ്നാനപ്പെട്ട് കർത്താവിനെ അഭിഷേകത്തിൽ ആരാധിക്കുന്ന പോകുന്ന പോക്കിൽ ഇരിക്കട്ടെ ഒരു രൂപ കൊണ്ടിട്ട് കൊടുക്കും. ഞാൻ മാത്രം എന്തിനാ മാറിയിരിക്കണേ? അവനും കൊടുത്തു. ഇനി കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പം അവനും കൊടുക്കും. കുറച്ച് അപ്പുറത്തോട്ട് പോകുമ്പോൾ മറ്റവനും കൊടുക്കും. കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ കൊട്ടാരത്തിനകത്ത് കയറും. അവിടെ ഇരിക്കുന്ന എല്ലാത്തിനും കൊടുക്കും. കൊടുത്തിട്ട് ഇവരങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ കൊടുത്താലല്ലേ വരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കൊടുത്താലേ പിന്നെ വരത്തുള്ളൂ. ഇതെല്ലാം കൊടുത്ത് അവ വാങ്ങി അവനെല്ലാം ആയെന്നറിയുമ്പോൾ ഇവിടെ കിടന്നും കൊണ്ട് വയറ്റിപ്പെരുക്കുക. പ്രൈസ് ദി ലോർഡ്. ഭയങ്കര വയറ്റിപ്പെരുക്കുക, പുളിച്ചു തവിട്ടലും. ആമേൻ പ്രൈസ് ദി ലോർഡ്. പാസ്റ്ററെ പ്രാർത്ഥിക്കണം, ഒറ്റയെണ്ണം പ്രാർത്ഥിക്കരുത്. സ്തോത്രം. ഇങ്ങനെയുള്ളതിനെ ആമേൻ എല്ലാത്തിനെയും ഓട്ടിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒറ്റയെണ്ണം പ്രാർത്ഥിക്കരുത്. എവിടെയാ പോയത്? വിനോദയാത്രയിൽ പോകുന്നവരെല്ലാം എന്താ വിനോദയാത്രയിൽ അപകടം കൂടുന്നതെന്ന് അറിയാമോ? കിട്ടുന്ന കാണിക്കപ്പെട്ടി എല്ലാത്തിലും ഇടും. പ്രൈസ് ദി ലോർഡ്. എല്ലാത്തിനും ഇട്ട് കൊടുക്കും, എല്ലാത്തിനും കൊടുക്കും. ഇത് ബാധിക്കും. എല്ലാം കൂടെ ബാധിച്ച് ടയർ മുതൽ എഞ്ചിൻ വരെ ഡ്രൈവറെ മണ്ടയ്ക്ക് കയറും. 40 പൊയ്ക്കൊണ്ടിരിക്കണവനെ 200 വിടും. പ്രൈസ് ദി ലോർഡ്. പോട്ടെ എല്ലാത്തിനെയും അടിച്ച് കാറ്റ് പോലെ. ഇന്ന് രാത്രി ദൈവമൈതലേ കൊടുക്കേണ്ടവന് കൊടു. ദൂതറിയിക്കാൻ പ്രവാചകന്മാരുടെ പിന്നാലെ പോകുന്ന ഒരു ദൈവമൈതലോട് ദൈവം പറയും, ഇവിടെ ഇസ്രായേലിന്റെ ദൈവമുണ്ട്, നിന്റെ കൂടെ ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്നെ തകർക്കാൻ, നിന്നെ ഉടച്ചു കളയാൻ. ആമേൻ പ്രൈസ് ദി ലോർഡ്. പ്രൊഫസർ ഒരു ദൂത് വായിച്ചേട്ടെ. ഒരു ദൂത് വരുന്നുള്ളൂ. വായിച്ചോ, വചനപ്രകാരം വായിച്ചോ. 1 ശമൂവേൽ പ്രവാചന പുസ്തകം 2-ാമത്തെ അധ്യായം 4, 5, 6 വാക്യം. 1 ശമൂവേൽ പ്രവാചന പുസ്തകം 2-ാം അധ്യായം 4, 5, 6 വാക്യം. ഒന്ന് വായിച്ചേ പ്ലീസ്. വായിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് രാത്രിയിൽ. സ്തോത്രം. വീരന്മാരുടെ വില്ല് ഒടിഞ്ഞു പോകുന്നു, ഇടറിയവരോ ബലം ധരിക്കുന്നു. സമ്പന്നർ ആഹാരത്തിനായി കൂലിക്ക് നിൽക്കുന്നു, വിശന്നവർ വിശ്രമം പ്രാപിക്കുന്നു. മച്ചി 7 പ്രസവിക്കുന്നു, പുത്രസമ്പന്നയോ ക്ഷയിച്ചു പോകുന്നു. യഹോവ കൊല്ലുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നു, പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. ചില വിടുതലുകൾ, ചില വില്ലുകൾ ഇന്ന് രാത്രി ഓടിയ കേട്ടോ. മുമ്പിലോട്ട് വന്ന ചില വില്ലുകൾ, ആ വില്ലുകളെ ഒടിച്ച് വാക്കുകളാകുന്ന വില്ലുകൾ, സംസാരമാകുന്ന വില്ലുകൾ, ചില കൂടിവരവാകുന്ന ചില വില്ലുകൾ, കൂടി സംഘം ചേർന്ന ചില വില്ലുകൾ, ചില കൂട്ടായ്മകൾ, നിങ്ങൾക്കെതിരായ ചില കൂട്ടായ്മകൾ വരുന്ന വില്ലുകൾ സകലവും ഇന്ന് രാത്രി ഒടിയാൻ പോകയാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എവിടെയാണോ വേദനിപ്പിക്കുന്നത് അവിടെ ദൈവം തൊടാൻ പോകയാ. സ്തോത്രം. ഹല്ലേലൂയ. നിനക്കില്ലല്ലോ, എനിക്കുണ്ട്. ഇല്ല, ദൈവം അതിനെ നശിപ്പിച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്കില്ലല്ലോ, എനിക്കുണ്ടെന്ന് പറഞ്ഞ് വാദിക്കുന്ന ചില വെല്ലുവിളികൾ ഇന്ന് രാത്രി ദൈവം പറയുന്നു, വീരന്മാരുടെ വില്ലുകൾ ഒടിയാൻ പോകുകയാ. നിങ്ങളുടെ നേരെ പ്രാർത്ഥിക്കുന്നവന് നേരെ വീര്യം പ്രവർത്തിക്കുന്ന, രാവും പകലും മുഴങ്കാലിൽ നിൽക്കുന്ന ചില വിഷയത്തിന്റെ മേൽ വീര്യം പ്രവർത്തിച്ച് ഞാൻ മിടുക്കിയാണെന്ന് കാണിക്കുന്ന ചില മിടുക്കന്മാരെയും മുമ്പിൽ കൊണ്ടിട്ട് തരും. പ്രാർത്ഥിച്ചോ, തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ നിയോഗത്തോടെ പ്രാർത്ഥിച്ചോ. മുമ്പിൽ ചിലർ പ്രാർത്ഥിക്കാനായി മുട്ടുമടക്കാൻ പോകുന്നു. അല്ലയോ, ഞാൻ ഇന്ന ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണം, പലതും നശിച്ചുകൊണ്ടിരിക്കുന്നു, പലതും പ്രാണഹാനി തന്നെ വരുത്താൻ പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന വിഷയത്തിന് മധ്യത്തിൽ സ്വർഗം പറയുന്നു, ഈ രാത്രി വിടുതലിന്റെ രാത്രിയാ. ഇന്ന് രാത്രിയിൽ സ്തോത്രം. 25, 26 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചിലത് കാണാനും ചിലത് ദൈവം തരാനുമുള്ള ദിവസങ്ങളാണ്. ഹല്ലേലൂയ. ചിലത് കാണാനും ഈ വർഷം കഴിയും മുൻപ് ചിലത് തരാനുമുള്ള ദിവസങ്ങളാണ്.
കണ്ട് സന്തോഷിച്ച് ദൈവനാമത്തെ ഉയർത്തുന്ന ദിവസങ്ങൾ മുമ്പിലുണ്ട്. പക്ഷെ ഇന്ന് രാത്രിയിൽ ആമേൻ പ്രൈസ് ദി ലോർഡ് ചില ആമേൻ ബെത്സബൂലിന്റെ ശക്തികൾ ഇന്ന് രാത്രി തകരുന്ന രാത്രി കേട്ടോ. ബെത്സബൂലിന്റെ വാദം ശക്തമായി വെല്ലുവിളിക്ക് ചില ബെത്സബൂലുകൾ, ചില നേർച്ചകൾ, ചില പൂജകൾ, റിബലബ ശംഭബ റികൽഖനാദി ചില വെല്ലിപ്പോരുകൾ ഇന്ന് രാത്രി ദൈവാത്മാവ് തുടച്ചു മാറ്റുന്ന രാത്രി കേട്ടോ. പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി ചില പുത്ര സമ്പത്തുള്ള ഉണ്ടാകുമെന്ന് പറഞ്ഞ് കരങ്ങളിൽ കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നവരെല്ലാം ശൂന്യം പോകാൻ പോകുന്നു. പക്ഷേ ഏതൊക്കെയോ വിഷയത്തിൽ ഞെരുങ്ങുന്നുണ്ട്, കഷ്ടമേ കരയുന്നുണ്ട്, പരസ്യമായി നിന്ദിക്കുന്ന പോരുകൾ ഇന്ന് രാത്രി വിട്ടുമാറുന്ന രാത്രി എന്ന് പറഞ്ഞാൽ സ്തുതിക്കാനും ആരാധിക്കാനും പറ്റുമോ? വരും ദിവസങ്ങൾ ഒരു 3 ദിവസത്തിലേക്ക് ഒന്ന് മുഴങ്കാലിരിക്ക്. ദൈവം ചില മേഖലകൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ദൈവം ചില മണ്ഡലങ്ങളെ ദൈവം മുൻപിൽ കൊണ്ടുവരാൻ പോകുന്നു. 2025 കഴിയും മുൻപ് ഒരു 21 ദിവസം 3, 4 എന്ന് തുടങ്ങി, ഒരു ദിവസം 3 എങ്കിൽ അടുത്ത ദിവസം 4, അടുത്ത ദിവസം 4 എങ്കിൽ അടുത്ത ദിവസങ്ങളിൽ 5 തുടങ്ങി 21 ദിവസം ഈ വർഷം കഴിയും മുൻപ്, ഇത് 7ാമത്തെ മാസമാണ്, 8ാമത്തെ മാസം തുടങ്ങുന്നതിന് മുൻപ് ഇരുന്നോ ഈ വർഷം കഴിയുമ്പോൾ 21 ദിവസം പൂർത്തീകരിച്ചോ. അപ്പോഴായിട്ട് കർത്താവിന്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കി ഇരിക്കുമെങ്കിൽ ഞാൻ ചിലത് പണിയുന്ന ദൈവമെന്ന് പറഞ്ഞാൽ ആരാധിക്കാൻ കഴിയുമോ? ഈ രാത്രി കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക്. ശബലപരഗതന വൈഡകരാജകൽക്കനാദി. ആമേൻ. ഇവിടെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പൗലോസ് ഇറങ്ങിച്ചെന്ന് അവന്റെ മേൽ വീണു, തഴുകി. ഭ്രമിക്കേണ്ട, അവന്റെ പ്രാണൻ അവനിൽ ഉണ്ട്. അവന്റെ പ്രാണൻ അവനിൽ ഉണ്ട്. അവന്റെ പ്രാണൻ അവനിൽ ഉണ്ട്. ഇന്ന് രാത്രി ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അവന്റെ പ്രാണൻ അവനിൽ ഇന്ന് രാത്രി ഉണ്ട്. സ്തോത്രം. ഈ രാത്രി കർത്താവിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവത്തിൽ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ